ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഗൈസ് നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഗൈസ് വീഡിയോ. ഇപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വർക്കലയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മുത്താനെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു മലയുണ്ട് ഗൈസ്. എന്തിനാണല്ലേ കുന്നത്ത് മലയല്ലേ ഗൈസ്. കുന്നത്ത് മലയെന്ന് പറയുന്ന ഒരു മലയിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ഹിഡൻ സ്പോട്ടാണ് ഗൈസ്. അധികം ആർക്കൊന്നും അറിയാൻ വയ്യാത്തൊരു ഹിഡൻ സ്പോട്ടാണ്. അപ്പം നമ്മളെ കൂടെ അബിയുണ്ട്, അബിയും കൈലാസും ഉണ്ട്. അല്ലേ ഹായ് പറയില്ലേ. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയി ഈ വ്ളോഗ് എത്രത്തോളം കാണുമെന്നൊന്നും അറിയാമേ പല പല പ്ലാനുകളുമായിട്ടാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇല്ലേടാ ഗൈസ്, നമ്മൾ അബിയുടെ കാറിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഇനി ഒരു 2 കിലോമീറ്റർ എന്തോ ഉള്ളു. കൈലാസിന് വഴി അറിയാം അല്ലേളിയാ. ഇവനാണ് മെയിൻ നമ്മളെ കൂട്ടത്തില്. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടുത്തെ വ്യൂ എല്ലാം കാണിച്ചു തരാം. പക്ഷെ വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നട്ടുച്ച 1 മണിക്കാണ് വന്നിരിക്കുന്നത് ഗൈസ്. നമ്മളിത് ആ മലയുടെ താഴെ എത്തിയിട്ടുണ്ട്. ഇതാണ്ട് ഇതാണ് ഗൈസ് മല ഗൈസ്. ഇവിടെ ഒരു വലിയ പാറമടയൊക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് ഈ മെയിൻ റോട്ടിൽ നിന്ന് ഇതേ ഒരു പാറമടയുണ്ട്. പാറമടയുടെ സൈഡിൽ കൂടെ ഉള്ള ഒരു വഴിയാണ് ഗൈസ്. ഈ വഴി ഇങ്ങനെ കയറി പോണം. നമ്മളും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, ഈ സ്ഥലത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ താഴെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം ഗൈസ് ഇതാണ് ഫസ്റ്റത്തെ വ്യൂ. ദാണ്ട് ഇതിലായിരുന്നു ഗൈസ് കയറി വരേണ്ടത്. നമുക്കൊരു അബദ്ധം പറ്റി. നമ്മൾ ബാക്ക് സൈഡിൽ കൂടെയാണ് വന്നത്. ഇവിടെ നിന്ന് ഇനി മുകളിലോട്ട് കയറണം. കയറാനൊന്നും അധികമൊന്നും ഇല്ല കേട്ടോ. കയറാനൊക്കെ കുറച്ചേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ ഉള്ളു കയറാൻ. ഇതിൻ്റെ ടോപ്പിലൊരു അമ്പലമൊക്കെ ഉണ്ട് കണ്ട. ഇഡിലും വ്യൂ കേട്ടോ ഇവിടെ നിന്ന് കാണാം. രാവിലെയൊക്കെ ഒന്ന് സെറ്റായിരിക്കും. അപ്പം വരാൻ നോക്കുന്നവർ മാക്സിമം രാവിലെയോ വൈകുന്നേരം ടൈമൊക്കെ ആവാൻ നേരത്ത് വരാൻ നോക്കുക. അതായിരിക്കും നല്ലത്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ നൈസാണ് വരാൻ. അടിപൊളി സ്ഥലവും കേട്ടോ. അധികം കയറാനും ഇല്ല. ഇവിടെ ഒരു ചെറിയ അമ്പലം സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ടോപ്പിൽ നിന്നുള്ള വ്യൂ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കാണും സൈഡിൽ കൂടെയാണ് ഇറങ്ങിയത്. ഇതിൻ്റെ മുകളിലോട്ട് കയറി അപ്പുറത്തെ സൈഡിലത്തെ വ്യൂ 360 വ്യൂ കാണാം. നട്ടുച്ചയ്ക്ക് വന്നോട്ടെ. ഉച്ചിയിൽ വെയിലടിക്കുന്നു. ഉച്ചിയിൽ പണ്ടാരാണ്. വൈകുന്നേരമൊക്കെ വരാനാണ് കേസ് അടിപൊളി. ഇവിടെ പിന്നെ ഫുള്ള് പക്ഷെ പുല്ലാണ്, പുല്ല് ഇല്ലേ. അപ്പൊ ഗൈസ് നിങ്ങൾ ആ സൈഡിലത്തെ വ്യൂ അല്ലേ കണ്ടോളൂ. ഇവിടെ വേറൊരു വ്യൂ ഉണ്ട്, അത് നിങ്ങളെ കാണിക്കാൻ പറ്റൂലേ. അപ്പം ഗൈസ് ഈ സൈഡിലത്തെ വ്യൂ ഉണ്ടോ? വാവ്, വണ്ടർഫുൾ. നല്ല കാറ്റുണ്ട് ഗൈസ് ഇവിടെ ഇല്ലേ. കിടിലൻ കാറ്റത്. ഫ്രണ്ടിൽ വയല് കാണാം കണ്ട. വലിയ വലിയ മലനിരകൾ നമ്മളുടെ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ സൈഡിലൊരു വയലുണ്ട്, ഈ സൈഡിലൊരു വയലുണ്ട്. അല്ലെ ഈ സ്ഥലത്തെ പറ്റി 2 വാക്ക്. അപ്പം ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോണേണ് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പാറമടയാണ്, നോക്കി കണ്ടും എല്ലാം നിൽക്കുക. ഇപ്പോഴത്തെ സൈഡിൽ കൂടെയാണ്, ഇതാ ഈ സൈഡിൽ കൂടെയാണ് വന്നത്. പക്ഷെ അതിലേ അല്ല വഴി, ഇതാണ് വഴി. ഫ്രണ്ടിൽ കൂടെയും വഴിയുണ്ട്, ബാക്കിൽ കൂടെയും വഴിയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് വഴി കൂടെ വേണമെങ്കിലും വരാം, നോ പ്രോബ്ലം. എൻ്റെ ചെരുപ്പ് തെന്നും, അതുകൊണ്ട് മിക്കവാറും ഇപ്പം മലന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ നടന്ന് പാറമടയുടെ താഴെ എത്തി. ഇതായിരുന്നു നമ്മളെ വ്യൂ പോയിന്റ്. ഇതിൻ്റെ മുകളിലാണ് ഇത്ര നേരം നമ്മൾ നിന്നത്. ഇപ്പം എന്താ പാറമടയുടെ അവിടെ എത്തി. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് താഴെ ഇറങ്ങിയിട്ടുണ്ട്. ആ വന്ന സ്പോട്ടിൽ തന്നെ വന്ന് നിൽപ്പുണ്ട്. നമ്മളെ കാറ് കിടക്കുന്നു. അപ്പം ഇനി വേറെ പരിപാടിയൊന്നുമില്ല ഗൈസ്. അപ്പം വർക്കലയുള്ളവർക്ക് അവിടെ നിന്ന് ഏകദേശം ഒരു 11 കിലോമീറ്ററും കല്ലമ്പലത്തുള്ളവർക്ക് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വൈകുന്നേരം രാവിലെ ടൈമൊക്കെ ആകുമ്പോൾ വരിക. കിഡിലൻ സ്പോട്ടാണ് ഗൈസ്. അധികം ആർക്കും അറിയാൻ വയ്യാത്ത കിഡിലൻ സ്പോട്ടാണ്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നവരെ ടാറ്റ പറയലിയേ. കൈലാസ് ടാറ്റ പറയലിയേ. അപ്പം ഗൈസ് അടുത്ത വീഡിയോ കാണാം.